ഇന്ന് ഞാൻ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ കാശ്മീർ കള്ളാടിപ്പുഴ എന്ന് പറയും. നല്ലൊരു സീനറി ഞങ്ങളിവിടെ ഫീൽഡിൽ വന്നപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് കുളിക്കാനും ഒക്കെ വരുന്നൊരു അതിമനോഹരമായ സ്ഥലമാണിത്. അപ്പോൾ ഈ ഈവനിങ്ങിൽ ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴൊക്കെ കണ്ട കാഴ്ചയാണ്. നമ്മളോടൊപ്പം നമ്മുടെ ലാലുചേട്ടനുണ്ട്. ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു സുഹൃത്താണ്. ഹലോ, ഹായ്. പിന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ അക്കരെയൊക്കെ നോക്കിയാൽ കാണും. ഉണ്ടോ, കുറച്ച് ലൈറ്റ് കുറഞ്ഞു പോയി, അതിൻ്റേതായ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി, ഇറങ്ങിപ്പോയി നോക്കാം. അടിപൊളി സ്ഥലം. ഇവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കണ്ടോ, ഇവിടെ വന്നൊക്കെ കുളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ പാറയുടെ ഇവിടുന്ന് ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ട ബണ്ടിൽ കെട്ടിയേക്കുന്ന പോലെ വാ, ഇതിലേക്ക് ആളുകൾ കയറുന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ പോയി നോക്കാം. ഇങ്ങനെ കൊണ്ട് സ്ലിപ്പാവുന്നുണ്ട്, നീങ്ങുമെന്നറിയില്ല. ഓക്കെ, ഓക്കെ. ഹലോ, ഹായ്. ഞാൻ ഇടുക്കിന്നാണ് വരുന്നത്. അപ്പോൾ വയനാട് വന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്? അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പ്രദേശവാസിയായ നമ്മുടെ അനന്തുവിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അനന്തു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കാശ്മീർ കള്ളാടിപ്പുഴ എന്ന് ഈ ഒരു പുഴയ്ക്ക് പേര് വരാൻ കാരണം? കള്ളാടിയിൽ നിന്ന് ഒലിച്ചു വരുന്ന പുഴയാണ് കള്ളാടിപ്പുഴ. കാശ്മീരിൽ നിന്ന് സ്ഥലത്തിന് പേര് വരാൻ കാരണം കാശ്മീർ വരെ മഞ്ഞ് മൂടി നിൽക്കുന്ന സ്ഥലമാണ്. രാവിലെയൊക്കെ വന്ന മഞ്ഞാണോ? രാവിലെ വന്നാൽ നല്ല മഞ്ഞായിരിക്കും, കോട മൂടി അങ്ങനെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കാശ്മീർ പുഴ എന്ന് പേര് വരാൻ കാരണം. ഓക്കെ. പിന്നെ ഇവിടെ നിറയെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്ന സ്റ്റേയും കാര്യങ്ങളൊക്കെ? ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട്. ഒന്നിലധികം റിസോർട്ടുകൾ ഇവിടെ പുഴയ്ക്കക്കരയായിട്ട് ഇവിടെ അടുത്ത് തന്നെ പുഴ വരുന്നുണ്ട്. ഇവിടുന്ന് കുളിക്കാനൊക്കെ സൗകര്യമുള്ള പുഴയാണ്. അപ്പോൾ നമ്മൾ കള്ളാടിപ്പുഴയുടെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അനന്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല. പിന്നെ ഇവിടെ ഈ ടൂറിസ്റ്റുകൾ എങ്ങനെയാണ് ഈ ഒരു റയർ പ്ലേസിലേക്ക് എത്തുന്നത്? ഇവിടെ 2 റിസോർട്ടുണ്ട്. വിൽഡ് വൈബ്സ് വുഡ്മോങ്സ് പറഞ്ഞ റിസോർട്ട്സ് ഉണ്ട്. ആ റിസോർട്ടിൽ വരുന്ന അവർ കുളിക്കാനും ഇതിനായിട്ട് പഠിക്കാനും വരുന്നത്. വളരെ സൗകര്യമുള്ള, കുളിക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത്. നല്ല ഒരു വൈഡാർന്നൊരു വിഷ്വലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ജനുവരി ഒക്കെ അല്ലേ, ഇപ്പോൾ നല്ല ടൂറിസ്റ്റുകളുടെ പ്രസൻസ് ഒക്കെ ഉണ്ടല്ലോ, വരുന്നുണ്ടല്ലോ. ടൂറിസ്റ്റ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇനി ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ കൂടുതലായിട്ട് പിന്നെയും കൂടുതൽ വരും. വെക്കേഷൻ ടൈമിൽ അപ്പോൾ ഈ ഒരു ഡിസംബറിലൊക്കെ നല്ല ആളുണ്ടായിരുന്നു. മറ്റേ സ്കൂൾ അവധി, ഡിസംബർ അവധി ടൈമിലൊക്കെ നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ചൂരമല പ്രളയം നടന്നതിന് ശേഷമാണ് കുറച്ച് ആളിപ്പോൾ കുറഞ്ഞ് പാളായി വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഡെയിലി ഉണ്ടായിരുന്നു. കാരണം നല്ലൊരു ഭംഗി. ഞങ്ങളിപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പോൾ ഇറങ്ങിയതാണ്. എല്ലാം കാണാൻ സാധിച്ചില്ല, നന്നായി. പിന്നെ മറ്റൊരു ചരിത്രം എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ നമ്മുടെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി? ഇങ്ങോട്ട് വരാൻ ഇവിടെ ഈ തൊട്ടടുത്താണ് ഈ പുത്തുമല പ്രളയം നടന്നത്. പുത്തുമല ഉരുൾപൊട്ടൽ നടന്നത് ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ പുത്തുമല പ്രളയം നടന്ന സ്ഥലത്തേക്ക് 2018. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ റിസോർട്ടിലോട്ടും അതുപോലെ തന്നെ ഈ പുഴയിലോട്ടൊക്കെ വരാനുള്ള റൂട്ടൊന്ന് പറഞ്ഞു തരാവാനത്? കള്ളാടി നിന്നാണ് വരുന്നത്. കള്ളാടി നിന്ന് തിരിയുമ്പോൾ അവിടെ കള്ളാടി അയ്യപ്പ ടെമ്പിൾ ഉണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞാലാണ് ഇങ്ങോട്ടേക്ക് വരിക. ഈ കള്ളാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത പ്രദേശം കൽപ്പറ്റയാണോ അതോ സുൽത്താൻ ബത്തേരിയാണോ? കൽപ്പറ്റയിൽ നിന്ന് സൂചിപ്പാറ റൂട്ടിലേക്ക് വരുമ്പോൾ കള്ളാടിയിൽ നിന്ന് ആണ് റൈറ്റ് തിരിഞ്ഞാലാണ് ഇങ്ങോട്ടേക്കുള്ള വഴി വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ച് ഓഫ് റോഡൊക്കെ ആയിട്ടാണ് ഉള്ള റോഡാണ്. ഇങ്ങോട്ട് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് സൗകര്യം എപ്പോഴും അവൈലബിൾ ആണല്ലോ അല്ലേ? ബസ് സൗകര്യം കുറവാണ്, മണിക്കൂർ ഇടവിട്ടാണ് ഉള്ളൂ.
ബസ്സിൻ്റെ ഇത് കുറവായതുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇവിടെ ബസ്സൊക്കെ വരുന്നുള്ളൂ. ഓക്കെ. ഇങ്ങനെ കാട്ടിൽ താമസിച്ച് നമുക്ക് രാവിലെയൊക്കെ വന്ന് ഇവിടെ കുളിക്കാനും അതുപോലെ തന്നെ ഇവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ ഒരുക്കിയിരിക്കുന്നതാണ്. ചെറിയ ചെറിയ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വാ, അടിപൊളി സ്ഥലം. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോഗ് എടുക്കുന്ന വൈകുന്നേരം അറകാലായിട്ടുണ്ട് അന്നേരം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടതാണ്. എന്നാലും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.